ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കുന്നത്. റീഡിങ്ങിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ എന്തായിരുന്നു പാസ്റ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എന്തായിരുന്നു നിങ്ങളുടെ വ്യക്തിയുടെ ഒരവസ്ഥ, അവിടെ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ, ഇപ്പോൾ എങ്ങനെയാണ്, ഇനി ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ്. അപ്പം നമുക്ക് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വ്യക്തിയുടെ എനർജിയാണ് അവിടെ, നിങ്ങളുടെ കാര്യങ്ങളല്ല നോക്കുന്നത്, വ്യക്തിയുടെയാണെന്ന് കേട്ടോ. ഓക്കെ, അതിനിടയിൽ നിങ്ങളുടെയൊക്കെ കടന്നു വരും, അത് വേറെ കാര്യം. ഓക്കെ, അപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഇട്ട് വയ്ക്കണം. എല്ലാ വീഡിയോസും ഞാൻ ഇടുന്ന അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. ജനറൽ റീഡിംഗ് ആകുമ്പോഴത്തേനും അറിയാമല്ലോ, എല്ലാവർക്കും റെസനേറ്റ് ആവില്ല, റെസനേറ്റ് ആവുന്നവരെടുക്കുക. പിന്നെ തേർഡ് പാർട്ടി ഇല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അത് കാണണ്ട കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, അതൊരു എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഒരു നെഗറ്റീവ് വൈബാണല്ലോ വരിക തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതില്ലാത്ത ആളുകൾ എനിക്ക് എൻ്റെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയൊന്നുമില്ല, അങ്ങനെ ഉള്ള വിഷമങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ല എന്ന് നിങ്ങൾ പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ കാണരുത്. വെറുതെ മനസ്സിനെ കലുഷമാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം, ടൈംലെസ് ആണ്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി നോക്കുമ്പോൾ 3 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. 3 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മളുടെ ഇപ്പം നമുക്കൊരു തേർഡ് പാർട്ടി, നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ആ തേർഡ് പാർട്ടി ഇപ്പോഴത്തെ അല്ല, ഇത് പാസ്റ്റാണ് നമ്മൾ കാണിക്കുന്നത്. തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു, വളരെയധികം ആഴത്തിലുള്ള ഒരു മുറിവ് സമ്മാനിച്ചുകൊണ്ടാണ് ആ ബന്ധവുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്ന് പറയാം. അവിടെ നിങ്ങളുമായിട്ടുള്ള ഒരു അകൽച്ച കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. നിങ്ങളുടെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അതും ഇത് കാർഡിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം മുറിഞ്ഞിട്ടുണ്ട് ഈ ഒരു ബന്ധം കാരണം എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. അതുപോലെ ആ ആൾക്കും അത് അനുഭവിക്കുന്നുണ്ട്, അനുഭവത്തിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. എന്താണ് ഡബിൾ എനർജി എന്ന് പറഞ്ഞാൽ? ഡബിൾ എനർജി പറയുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് മാജിക് എനർജിയാണ്. ഇവിടെ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി ഒരു ഡബിൾ എനർജി ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി ചെയ്തിട്ട് ഈ വ്യക്തിയെ തട്ടി എടുത്തു എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതിൽ ട്രാപ്പാക്കി കളഞ്ഞു എന്നാണ്. എങ്ങനെ ട്രാപ്പാക്കി? അതിനകത്ത് ഈ തേർഡ് പാർട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് ഈ ആളെ മെരുക്കിയെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് കാണിക്കുന്നത്. എന്താണോ തേർഡ് പാർട്ടി ആഗ്രഹിച്ചിരുന്നത് അതുപോലെ ഈ വ്യക്തി പെരുമാറണം, അല്ലെങ്കിൽ നടക്കണം. അതിന് വളരെയധികം കൺട്രോളിങ് പവറിലൂടെയും പറയുന്ന പോലെ ചെയ്യണം എന്നുള്ള ആ ചില ശാസനകളിലൂടെയും ഒക്കെ വളരെയധികം കെട്ടിപ്പൂട്ടി വെച്ചിരുന്നു എന്നാണ്. അതിന് ഡബിൾ എനർജിയാണ് അവരെ സഹായിച്ചത്, അല്ലെങ്കിൽ ഡബിൾ എനർജിയിലൂടെയാണ് ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് ഈ നിങ്ങളുടെ തേർഡ് പാർട്ടി എന്നാണ് കാണിക്കുന്നത്. അതോടുകൂടി തന്നെ ഇയാൾ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലാകുകയും ഒരു എന്താ പറയുക, ടവർ എനർജി എന്ന് പറഞ്ഞാൽ വളരെ മാനസികമായി തകർന്നൊരു ചേഞ്ച് വന്നു പോയി എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നോ നിങ്ങളുടെ മുമ്പിൽ പണ്ടുണ്ടായിരുന്നത് ആ ആളെ അല്ലാതെ മാറിപ്പോയി എന്നാണ്. എങ്ങനെയാണ് മാറുന്നത്? ഒന്ന്, അവരുടെ പീഡന പരമ്പര തുടരുമ്പോൾ അതിൽ നിന്ന് മുക്തൻ ആകുക, അല്ലെ മുക്തയാകുക എന്നുള്ള ആ ഒരു അവസരം പോലും കിട്ടാതെ അതിൽ പെട്ടുകിടന്നു എന്നാണ്. ആ പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ നിന്നിട്ട് വളരെയധികം മാനസിക സമ്മർദ്ദങ്ങൾ ഏറ്റുവാങ്ങി അല്ലെ അനുഭവിച്ചു എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരുപാട് പരദൂഷണം, നുണ, അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ടുള്ള ചില കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇത്തരം കാര്യങ്ങൾ, അതായത് നിങ്ങളെക്കുറിച്ചായിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് പല കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുന്നു ഈ തേർഡ് പാർട്ടി എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഭയങ്കരമായ ചതി അവിടെ വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു പാസ്റ്റിൽ നിങ്ങളുടെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് നിങ്ങളുടെ വ്യക്തി വല്ലാതെ ധർമ്മസങ്കടത്തിൽ അനുഭവിച്ചിരുന്നു എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. വളരെ ധർമ്മസങ്കടം അനുഭവിച്ചിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം ഡബിൾ എനർജിയുടെയൊക്കെ എഫക്റ്റൊക്കെ കുറച്ച് കുറഞ്ഞു കാണണം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ശക്തമായ ഒരു മുന്നേറ്റത്തിന് ആൾ പരിശ്രമിക്കുന്നു എന്നാണ്.
നമ്മൾക്ക് ഒരുപാട് ചിന്തകളുണ്ട്, ഒരുപാട് വിഷമങ്ങൾ ഉണ്ട്, അതിനെയെല്ലാം കാറ്റിൽ പറത്തുന്നു എന്നാണ്. ഒരു ബോൾഡായി എന്ന് പറയാം, ഒരു ബോൾഡായ അവസ്ഥയിലിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്നാണ്. കുറച്ച് എന്ത് വന്നാലും ശരി, ഇനി ഞാൻ കുറച്ചൊന്ന് പിന്നെ കാര്യങ്ങൾ മുൻപോട്ട് നീക്കിയേ ഒക്കൂ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ വന്നിട്ട് ദ എംപറർ എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു എന്നാണ്. എംപറർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അതോറിറ്റി കീപ്പ് ചെയ്യുന്ന, ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് വലിയ ഒരു സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നില്ല നിങ്ങളുടെ വ്യക്തിയുമായിട്ട് എന്ന് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഈ നുണപ്രചരണങ്ങളിലോ ഇത്തരം കാര്യങ്ങളിലോ ഒന്നും എന്നെ തിളയ്ക്കാൻ നീ ശ്രമിക്കേണ്ട എന്നുള്ള ആ ഒരു മനോഭാവത്തിലും വലിയ മൈൻഡ് ചെയ്യാത്ത ഒരവസ്ഥ. തേർഡ് പാർട്ടിയോട് വലിയ മൈൻഡൊന്നും ചെയ്യാതെ നീ നിൻ്റെ ജോലി നോക്കുന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ഇരിക്കുന്നത്. മുഖം തിരിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. എന്തൊക്കെ തേർഡ് പാർട്ടിയുടെ ആ കൺട്രോളിങ് പവർ എന്ത് വന്നാലും പോയി പണി നോക്കുന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ മുഖം തിരിച്ചിരിക്കുന്നു, കേൾക്കാത്ത മാതിരി ഇരിക്കുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ വളരെ ബോൾഡായിരിക്കുന്നു, വളരെ പ്ലാനിങ്, ഒരു ന്യൂ ബിഗിനിങ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങൾക്കും അപ്പോൾ അതിനുള്ള അവസരം വന്നു ചേർന്നു എന്നാണ്. അപ്പോൾ സമയം മാറി എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം നമുക്കിവിടെ കാർഡുകൾ നമ്മൾ ഓരോന്ന് എടുക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും, കാരണം ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. കാരണം എന്താണെന്നറിയാമോ, ഇവിടെ ഒരു കാർഡ് ഞാൻ ശ്രദ്ധിച്ച് നേരത്തെ ഒരു ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ പറയാം. ഒരു വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ഒരു കാർഡാണ്. ആ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ കാർഡെന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഈ വ്യക്തി ഇത്രയും ബോൾഡാകാൻ കാരണം ഈ കാർമിക് സൈക്കിൾ എൻഡായി എന്നുള്ളത് തന്നെയാണ്. അത് എൻഡാകുമ്പോൾ ധൈര്യമൊക്കെ തനിയെ വരും, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം എവിടെ നിന്നെങ്കിലും കിട്ടും. എങ്ങനെ കിട്ടും? അത് നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ അപ്രതീക്ഷിതമായി വന്നു ചേരും. അങ്ങനെ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു. ബിസിനസ് അതുപോലെ കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടെടുത്തു നിന്ന് പതുക്കെ എല്ലാം അതിനെ തിരിച്ചു പിടിക്കുന്നു. അതാണ് നമുക്കിവിടെ ഈ എംപറർ എന്ന കാർഡ് കിട്ടിയിരിക്കുന്നത്. തിരിച്ചു പിടിക്കുന്നു. തിരിച്ചു പിടിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു അവസരം എല്ലാം മാറിയിട്ട് സ്വന്തം കരിയറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളെ കൂടുതൽ ശ്രദ്ധ എടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ചത് കൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ പല തുറകളിലും ഒരു മാറ്റം വന്നു തുടങ്ങി. അതിൻ്റെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ ആ കാർഡ് കൂടെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാം, ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ ഹി ഓർ ഷി ആരായാലും അവരുടെ ആ ഒരു കാർമിക് സൈക്കിൾ എൻഡായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ ഉള്ളത്. ഓക്കെ, നമുക്ക് അതൊരു നല്ല നമുക്ക് സമാധാനം തരുന്ന, സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇവിടെ നിങ്ങളുടെ വ്യക്തി കിങ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ്, രണ്ട് കാർഡും വന്നിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ്. എന്താണ് കിങ് ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ? നിങ്ങളോട് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ഇവിടെ. നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ എന്താ പറയുക, 24/7 എന്ന് പറഞ്ഞ മാതിരി ഏത് സമയവും നിങ്ങളെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ നല്ലതുപോലെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം വേദനയോടുകൂടി വിഷമത്തോടു കൂടിയൊക്കെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റാറുണ്ട്, ഇവിടെ ഒരു പായ്ക്കപ്പലുണ്ട് അല്ലേ, അതിലൊരു കപ്പുണ്ട്, വെള്ളമാണ്, മൊത്തം മത്സ്യമാണ്. അപ്പോൾ കംപ്ലീറ്റ് ഒരു കപ്പ് എനർജി എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്ടർ എനർജിയാണ്, എലിമെൻറ്റ്സ് ആണ്, വാട്ടർ എലിമെൻറ്റ്സ് ആണ്. ആ വാട്ടർ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫീലിങ്സ് ആൻഡ് എമോഷൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ചിന്താധീനനാണ്, നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ വന്നു പോയ ഒരു തെറ്റിനെ ഞാനിനി എങ്ങനെ പ്രായശ്ചിത്തം ചെയ്യും എന്നുള്ള ഒരു ആത്മനൊമ്പരത്തിലാണ് ഈ വ്യക്തി ഉള്ളത് എന്നാണ് നമുക്ക് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സും അത് തന്നെയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു മെസ്സേജൊക്കെ വരാൻ സാധ്യതയുണ്ട്, ലെറ്റർ വരിക, അല്ലെങ്കിൽ മെസ്സേജ് വരിക, അല്ലെങ്കിൽ അതേമാതിരിയുള്ള ഒരു ഫോൺ കോൾ വരിക. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി എല്ലാം എഴുതി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു.
ആ മെസ്സേജസ് അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളിനി ഏത് രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് വല്ലാതെ ഒരു ധർമ്മസങ്കടത്തിൽ ഇരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ആഗ്രഹമുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളതിനെ എങ്ങനെ എടുക്കും എന്നുള്ളത് ഈ വ്യക്തിക്ക് ഇപ്പോൾ അറിയില്ല എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ 3 കാർഡ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെയധികം ബോൾഡായിരിക്കുന്നു, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിരിക്കുന്നു, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇനിയിപ്പോൾ അതുകൊണ്ടൊക്കെയാണ് തേർഡ് പാർട്ടിയെ ഒഴിവാക്കിയിരിക്കുന്നത്. കാരണം ഇനി തേർഡ് പാർട്ടിയുടെ കളിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇപ്പോൾ കുറച്ച് ആധികാരികമായിട്ട് അല്ലെങ്കിൽ കുറച്ച് ധനാഢ്യനായിട്ടിരിക്കുന്നു എന്നാണ്. നമുക്ക് എംബറിൻ്റെ കാർഡും ഇവിടെ നേരത്തെ കണ്ടു ഇല്ലേ? നമ്മൾ നേരത്തെ ഒരു കാർഡ് കണ്ടു, എംബറർ. അത് തന്നെയാണ്, കിങ് തന്നെയാണ്, രണ്ടും വരുന്ന കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം ആ ഒരു ധനാഢ്യൻ എന്ന നിലയിലും പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും പവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നാണ്. ആ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊക്കെ നല്ല ഒരു പിന്നെ പോസിറ്റീവ് എനർജി, പവർ ഒക്കെ ഉള്ളവർ തന്നെയാണ് അല്ലേ? പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ ഡബിൾ എനർജിയിൽ പെട്ടുപോയാൽ അതിപ്പോൾ ആരെയും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് അല്ലേ? എന്താ ചെയ്യുക? അങ്ങനെയുള്ള കുറേ ആൾക്കാർ നുണയാ ചതി അത്തരം കാര്യങ്ങളിലൂടെ ചിലരെ എല്ലാവരെയും വീഴ്ത്തിക്കൊണ്ടു പോകുന്ന കുറേ എനർജിയുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. എന്തൊക്കെയായാലും അവിടെ ഒരു ഫെമിനൈൻ എനർജി ഈ പിന്നെ കിങ് ആയിരിക്കുമ്പോഴും അല്ലെങ്കിൽ എംബറർ ആയിരിക്കുമ്പോഴും ഇവിടെ ഒരു ഫെമിനൈൻ എനർജി കൂടി വരുന്നുണ്ട്. എന്താ കാരണം എന്നറിയാം? അതൊരു നർച്ചറിങ്ങിൻ്റെ ആ ഒരു എനർജിയാണ്. നർച്ചറിങ് എന്ന് പറയുമ്പോൾ എന്താണ്? വളരെയധികം സ്നേഹത്തോടു കൂടി നിങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു പിന്നെ കാര്യം. അതുപോലെ തന്നെ ദാനധർമാദികൾ ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ചെയ്തു പോയ തെറ്റുകളെ ഒക്കെ ഓർത്തിട്ടായിരിക്കാം ഒരു പക്ഷേ പിന്നെ ചാരിറ്റബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചാരിറ്റബിൾ സൊസൈറ്റി മുഖേനയോ ഒക്കെ ഇപ്പോൾ സാധുക്കളെയൊക്കെ പാവങ്ങളെയൊക്കെ സഹായിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. വളരെ കോൺസെൻട്രേറ്റ് ആണ്. ഇപ്പോൾ തൻ്റെ കരിയറിൽ വളരെയധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് ജീവിതത്തിൻ്റെ പിന്നെ നെഗറ്റീവ് വശങ്ങളെയെല്ലാം തള്ളി എറിഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ആ കാര്യങ്ങളിലേക്ക് കടന്നു വന്ന് വളരെ ബോൾഡായിട്ട് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് കാണിക്കുന്നത്. അവിടെ ഒരൊറ്റ കുറവ് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കുറവ്. ഓക്കെ, നിങ്ങളുടെ കുറവ് മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ഇവിടെ ഒരു ഡെത്ത് വരുന്നുണ്ട്. ഡെത്ത് എന്ന് പറയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം മാറി അല്ലേ? പാസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം മാറി പിന്നെ പ്രസൻറ്റിലേക്ക് വന്നപ്പോഴും അത്യാവശ്യം നല്ല ഒരു വൈബാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഫ്യൂച്ചറാണ്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പോവുകയാണ്. ഇതുവരെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ചും വിഷമിച്ചും ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ ആ ധൈര്യക്കുറവൊക്കെ പിന്നെ മാറിയിരിക്കുന്നു എന്നാണ്. ചെറു ഡെത്ത് എന്ന് പറയുമ്പോൾ ന്യൂ ബിഗിനിങ് ആണ് വരുന്നത്. അത് ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എൻഡായിട്ട് ഒരു ന്യൂ ബിഗിനിങ് കാര്യങ്ങളിലേക്ക് വരുന്നു. അതാണ് ഇവിടെ ചാരിയോട്ട് വരുന്നത്. ചാരിയോട്ട് എന്ന് വരുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് കുതിച്ചു പാഞ്ഞെത്തും എന്നാണ് കാണിക്കുന്നത്. ഇനി ഫ്യൂച്ചറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. ആ ജഡ്ജ്മെൻറ്റ് കാർഡെന്ന് പറയുമ്പോഴത്തേനും പിന്നെ ഇത് ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന ഒരു ജഡ്ജ്മെൻറ്റായിട്ടാണ് നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത്. ഇവിടെ നിങ്ങളോടുള്ള സ്നേഹമാണ് ഈ കാണിക്കുന്നത്. എന്താണ് ഇത് കാണിക്കുന്നത്? 2 ഓഫ് കപ്സ് ആണ്, കണ്ടില്ലേ? 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ സോൾമേറ്റിൻ്റെ ഒരു പിന്നെ എനർജി കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പാസ്റ്റ് ലൈഫിലുള്ള ബന്ധമായിരുന്നു നിങ്ങളുടെ ബന്ധം. പക്ഷേ ഇവിടെ ഒരു സെപ്പറേഷൻ, പാസ്റ്റ് ലൈഫ് അല്ലെ പിന്നെ 10 ഫ്ലെയിംസ് ആൻഡ് സോൾമേറ്റ്സ് കാർഡ്സിൻ്റെ ആ ഒരു എനർജി ആണ് ഇവിടെ വരുന്നത്. കാരണം ഇവിടെ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് വന്നിട്ടുണ്ട്. അത് സോൾമേറ്റ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് പിന്നെ ബ്രേക്കപ്പ് വന്നിട്ടുണ്ടാകണം. ബ്രേക്കപ്പ് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെപ്പറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട 10 ഫ്ലെയിം എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതൊക്കെ മസ്റ്റായിട്ട് നമുക്ക് ജീവിതത്തിൽ ഇത് അനുഭവിക്കേണ്ട ചില വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ടാണ് പാസ്റ്റ് ലൈഫിൽ ഉള്ള കർമ്മയായിരുന്നു. ആ കർമ്മയാണ് ഇവിടെ എൻ്റെ ആയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഫുൾ വന്നിട്ടുണ്ട്. ദ ന്യൂ ബിഗിനിങ് ആൻഡ് റീയൂണിയൻ ഒക്കെയാണ് ഈ കാർഡ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന്, ആ വ്യക്തി നിങ്ങളിലേക്ക് അത് കൊണ്ടുവരുന്നു, തിരിച്ചു വരുന്നു. നിങ്ങളുടെ വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് തരാൻ വേണ്ടി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണിക്കുന്നത് ഈ കാർഡ്. അതുപോലെ ഗൈഡൻസ് മെസ്സേജ് നമുക്ക് നോക്കാം. 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. 10 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇനി ഇതിനകത്ത് അതായത് നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം ഫുൾഫിൽ ആകാൻ പോകുന്നു. അതായത്
ഡ്രീംസ് കം ട്രൂ എന്ന് പറയാം നമുക്കിതിനെ. പിന്നെ വളരെ ഫാമിലിയായിട്ട് സന്തോഷകരമായ അവസ്ഥകൾ, വേളകൾ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കിത് ഡിവൈൻ തരുന്ന ജഡ്ജ്മെൻറ്റാണ്. ഇത്രയും കാലം ഉണ്ടായ വീഴ്ചകളും സങ്കടങ്ങളും വേദനകളും ഒക്കെ മാറ്റി മറിച്ചുകൊണ്ട് പുതിയ ഒരു ജീവിതം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. നിങ്ങളുടെ പുതിയ ജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി തന്നെയാണ് വരുന്നത്. ചിലരൊക്കെ എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്, പുതിയ ജീവിതം എന്ന് പറയുമ്പോൾ പഴയ പിന്നെ എക്സ് ആണോ വരുന്നത്, അതോ ഒരു പുതിയ ഒരു റിലേഷനാണോ വരുന്നത്? ഇവിടെ പുതിയ റിലേഷനല്ല, നിങ്ങളുടെ എക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തും ആശയക്കുഴപ്പങ്ങളുണ്ടാകാം. ഇത്രയും കാലം വല്ലവരുടെയും കൂടെ പോയി ജീവിച്ച ഒരാളെ ഇനി എനിക്കെന്തിനെ എന്നൊക്കെ ചോദിക്കുന്ന കമൻസ് ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം വെച്ചാൽ ഇത് നിങ്ങളുടെ ലൈഫാണ്. ടാരോട്ട് റീഡിങ് ചെയ്യുന്ന ആൾക്ക് ഇത് പറയുക എന്നത് മാത്രമാണ് ബാധ്യത. പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. തീരുമാനം നിങ്ങളുടേതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.